Hello everyone, welcome back to MCQ series season 2 of Literature Academy. 2022 ജൂലൈയിൽ നടക്കാൻ വേണ്ടി പോകുന്ന സെറ്റ് എക്സാമിന് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയിട്ടുള്ള MCQ സീരീസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. യൂണിറ്റ് 4 അമേരിക്കൻ ലിറ്ററേച്ചർ ആൻഡ് ഇന്ത്യൻ ലിറ്ററേച്ചർ കവർ ചെയ്യുന്ന യൂണിറ്റ് 4മായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂണിറ്റ് 4 10 ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് യൂണിറ്റ് 4മായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ വീഡിയോ വരുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ലിറ്ററേച്ചർ അക്കാദമിയുടെ ക്രാഷ് കോഴ്സ്, സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുള്ള വിവരം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ്, ഓരോ യൂണിറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മോക്ക് എക്സാംസ്, ഒരു ഫൈനൽ മോഡൽ എക്സാം ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ ക്ലാസ്സസ്. ഇത്രയുമാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്ന ക്രാഷ് കോഴ്സിൻ്റെ ഫീച്ചേഴ്സ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുമല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് വരാം. 11th ക്വസ്റ്റ്യൻ. ടോം ഇൻ ദ ഗ്ലാസ് മെനാജറി വർക്ക്സ് അറ്റ് എ. ഓപ്ഷൻസ് ആർ ഷൂ വെയർഹൗസ്, ബാങ്ക്, ബേക്കറി ആൻഡ് കാർ വർക്ക്ഷോപ്പ്. ടെന്നസി വില്യംസിൻ്റെ ഗ്ലാസ് മെനാജറി ഇസ് എ ഫേമസ് പ്ലേ. അതിലുള്ള ഒരു സെൻട്രൽ ക്യാരക്ടറാണ് ടോം. ടോമിൻ്റെ ഓർമ്മകളിലൂടെയാണ് യഥാർത്ഥത്തിൽ ആ ഒരു പ്ലേ മുന്നോട്ട് പോകുന്നത്. ടോം അതിൻ്റെ നറേറ്റർ കൂടിയാണ്. അപ്പോൾ ടോം എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ റൈറ്റ് ആൻസർ ഈസ് ഷൂ വെയർഹൗസ്. ക്വസ്റ്റ്യൻ നമ്പർ 12. ദ റാബിറ്റ് നോവൽസ് ആർ റിട്ടൺ ബൈ. ഓപ്ഷൻസ് ആർ ഹാർപ്പർ ലീ, ബ്രാം സ്റ്റോക്കർ, ജോൺ ഉപ്ദീക്ക്, ഷെർവുഡ് ആൻഡേഴ്സൺ. ദ റൈറ്റ് ആൻസർ ഈസ് ജോൺ ഉപ്ദീക്ക്. അദ്ദേഹമാണ് റാബിറ്റ് നോവൽസ്, 4 നോവൽസ് അടങ്ങിയ ഒരു കളക്ഷൻ ഓഫ് നോവൽസാണ്. അതിനെയാണ് നമ്മൾ റാബിറ്റ് നോവൽസ് എന്ന് വിളിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 13. ദ ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ വുമൺ ടു വിൻ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഈസ്. ഓപ്ഷൻസ് ആർ ടോണി മോറിസൺ, ആലിസ് വാക്കർ, ആമി ലവൽ ആൻഡ് ജാനറ്റ് വിൻറ്റേഴ്സൺ. ദ റൈറ്റ് ആൻസർ ഈസ് ടോണി മോറിസൺ. സ്യൂല, ബിലോവ്ഡ് പോലെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള നോവൽസ് എഴുതിയിട്ടുള്ള ഒരു റൈറ്ററാണ്. ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കൻ വുമൺ കൂടിയാണ്. നോബൽ പ്രൈസ്, ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് കിട്ടുന്ന ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ വുമൺ ആണ് ടോണി മോറിസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 14. ഹു ഈസ് ദി സെൻട്രൽ ക്യാരക്ടർ ഇൻ ഹെമിംഗ്വേസ് ഓൾഡ് മാൻ ആൻഡ് ദ സീ? എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഡയറക്റ്റ് ആയിട്ടുള്ള എളുപ്പത്തിൽ ഉത്തരം പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ആർ മാർലിൻ, മനോലിൻ, അഹാബ് ആൻഡ് സാന്റിയാഗോ. ദ റൈറ്റ് ആൻസർ ഈസ് സാന്റിയാഗോ. പടുവൃദ്ധനായിട്ടുള്ള സാന്റിയാഗോ ആണ് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് ദ സീ. നോബൽ പ്രൈസ് വിന്നിംഗ് ഓതറാണ് ഹെമിംഗ്വേ. അദ്ദേഹത്തിൻ്റെ ഓൾഡ് മാൻ ആൻഡ് ദ സീയിലെ സെൻട്രൽ ക്യാരക്ടർ സാന്റിയാഗോ ആണ്. ഇവിടെ കൊടുത്തിട്ടുള്ള ബാക്കി ഓപ്ഷൻസിൽ മാർലിൻ ഈസ് എ ഫിഷ് ഇൻ ഓൾഡ് മാൻ ആൻഡ് ദ സീ. മനോലിൻ എന്ന് പറയുന്നത് സാന്റിയാഗോയുടെ കൂടെ തന്നെയുള്ള സന്തത സഹചാരിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്. അഹാബ് എന്ന് പറയുന്ന ക്യാരക്ടറും വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ക്യാരക്ടറാണ്. പക്ഷെ അത് ഈ നോവലിലല്ല. ഹെർമൻ മെൽവിലിൻ്റെ മൊബീഡിക് എന്ന് പറയുന്ന സിനിമയിലെ എന്ന് പറയുന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് ക്യാപ്റ്റൻ അഹാബ്. എനിവേ, നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് വിത്ത് എ പോയം. ദ പോയം ചിക്കാഗോ ഈസ് റിട്ടൺ ബൈ ഹൂം? Options are Ezra Pound, Sherwood Anderson, Allen Ginsberg and Carl Sandburg. The right answer is Carl Sandburg. The poem Chicago is written by Carl Sandburg. Question number 16. Dash is the author of Dead Woman Walking. Again, മറ്റൊരു വർക്കിൻ്റെ റൈറ്റർ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Dead Woman Walking. Options are Kamala Das, Meena Kandasamy, Shashi Deshpande and Thoru Dutt. The right answer is Meena Kandasamy. She is an Indian writer. Question number 17. Coolie was published in 1941, 1936, 1930, 1945. The right answer is 1936. മുൾക്രാജ് ആനന്ദ് എന്ന് പറയുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് നോവൽസ് എഴുതിയ റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ വർക്കാണ് കൂലി. മുന്ന എന്ന് പറയുന്ന വ്യക്തിയാണ്, എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് കൂലി എന്ന നോവലിലെ സെൻട്രൽ ക്യാരക്ടർ. ക്വസ്റ്റ്യൻ നമ്പർ 18. Raju comes to be known as Dash as his reputation as a guide becomes popular in the novel
ദ ഗൈഡ്. RK നാരായണൻ്റെ നോവലാണ് ദ ഗൈഡ്. അപ്പോൾ അതിൽ ഒരു ക്യാരക്ടറെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആർ റെയിൽവേ രാജു, റെയിൽവേ ഗൈഡ്, ഗോഡ്ലി രാജു ആൻഡ് ഗോഡ്ലി ഗൈഡ്. ദ റൈറ്റ് ആൻസർ ഈസ് റെയിൽവേ രാജു. രാജു എന്നത് ദ ഗൈഡിലെ സെൻട്രൽ ക്യാരക്ടറാണ്. അദ്ദേഹം ജയിലിൽ നിന്ന് വരികയും പിന്നീട് ചില തട്ടിപ്പ് വിദ്യകളൊക്കെ കാട്ടി ഒരു സന്യാസിയെപ്പോലെ അവിടുത്തെ നാട്ടുകാരൊക്കെ ബഹുമാനിക്കുന്ന ഒരു കപട സന്യാസിയായി ജീവിക്കുന്ന കഥയാണ് ദ ഗൈഡ് എന്ന് പറയുന്ന നോവൽ. അപ്പോൾ അതിൽ ഒരു പെർട്ടിക്കുലർ സംഭവമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു ഗൈഡ് എന്ന നിലയിൽ പോപ്പുലറായി മാറുമ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ആൻസർ ഈസ് റെയിൽവേ രാജു. ക്വസ്റ്റ്യൻ നമ്പർ 19. In Midnight's Children, Dash is both the protagonist and the narrator of the novel. Options: Adam, Padmini, Amina, Salim. The right answer is Salim. സൽമാൻ റുഷ്ദിയുടെ ബുക്കർ ഓഫ് ബുക്കേഴ്സ് അല്ലെ, ബുക്കർ പ്രൈസ് കിട്ടിയ ഒരുപാട് നോവൽസ് നമുക്കറിയാം. എന്നാൽ ബുക്കർ ഓഫ് ബുക്കേഴ്സ് വളരെ റെയറായിട്ട് മാത്രം കിട്ടുന്ന ഒരു അവാർഡാണ്. ആ അവാർഡ് കിട്ടിയിട്ടുള്ള നോവലാണ് സൽമാൻ റുഷ്ദിയുടെ മിഡ്നൈറ്റ്സ് ചിൽഡ്രൻ. അപ്പോൾ അതിലെ കേന്ദ്ര കഥാപാത്രവും നറേറ്ററും കൂടിയായിട്ടുള്ള വ്യക്തി ആരാണെന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് സലീം. 20th question. Girish Karnad's play Yayati is an adaptation of an ancient myth from Mahabharata, Ramayana, Gita or Vedas. The right answer is Vedas. വേദയിൽ നിന്നുമാണ് യയാതി എന്ന പ്ലേയുടെ ഒരു സെൻട്രൽ ഐഡിയ ഗിരീഷ് കർണാടിന് കിട്ടിയിട്ടുള്ളത്. ഗിരീഷ് കർണാട് ഇങ്ങനെ ആൻഷ്യൻ മിത്തുകളെ ബേസ് ചെയ്ത് ഒരുപാട് ഹയവദന പോലെയുള്ള ഒരുപാട് വർക്കുകൾ എഴുതിയിട്ടുള്ള ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ് ഗിരീഷ് കർണാട്. സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഓർമ്മിക്കുക. നമ്മൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഓരോ വീഡിയോയിലും ഒരുപാട് കാര്യങ്ങൾ ചോദ്യങ്ങളെപ്പറ്റിയും ഉത്തരങ്ങളെപ്പറ്റിയും ഞങ്ങൾ എക്സ്ട്രാ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ കൂടി നോട്ട് ചെയ്യുക. ഒപ്പം ലിറ്റ്ഷർ അക്കാദമിയുടെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഈ സീസൺ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.